വെൽക്കം ടു SC നീറ്റ് അക്കാഡമി. സോ SC നീറ്റ് അക്കാഡമിയുടെ റാങ്കേഴ്സ് നീറ്റ് 2026 ബാച്ചിലത്തെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ലെക്ചറിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ മാർക്കിംഗ് ഫ്രം ടുഡേ അവർ ജേർണി ടു സ്കോർ 180 ഔട്ട് ഓഫ് 180 ഇൻ നീറ്റ് കെമിസ്ട്രി ഈസ് ഗോയിങ് ടു ബിഗിൻ. സോ ഇന്നാണ് നമ്മളുടെ ഫസ്റ്റ് ഡേ ഓഫ് നീറ്റ് കെമിസ്ട്രി. സോ നീറ്റ് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ലെക്ചർ, അതായത് ബേസിക് മാത്സിനെ കുറിച്ച് ലെക്ചർ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിൽ ഞാൻ ആംഗിൾസ് ആൻഡ് ട്രിഗ്നോമെട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത് സെക്കൻഡ് വീഡിയോ ഓഫ് ടുഡേ, അതായത് നീറ്റ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതാണ് നീറ്റ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ലെക്ചർ, അതായത് ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഇതിനെ തന്നെ മോൾ കോൺസെപ്റ്റ് എന്നും കൂടി വിളിക്കാറുണ്ട്. സോ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, എന്താണ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതായത് നമ്മൾ ഇന്ന് പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സാറേ എന്താണ് ഈ കെമിസ്ട്രി, എന്തിനാണ് ഈ കെമിസ്ട്രി പഠിക്കുന്നത് എന്നൊക്കെ. സോ എന്താണ് മെയിൻലി കെമിസ്ട്രി പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്, വാട്ട് ഡു വി സ്റ്റഡി ഇൻ കെമിസ്ട്രി എന്നാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത്. സോ ആസ് യു ഓൾ നോ, 14 ബില്യൺ ഇയേഴ്സ് എഗോ ബിഗ് ബാങ് തിയറി നടന്നു. അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സ് ഫോം ആയത്. സോ നമ്മൾ യൂണിവേഴ്സ് എടുത്ത് നമ്മൾ നോക്കി എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് 2 കോമ്പോണൻറ്റ്, അതായത് എനർജി ആൻഡ് മാറ്റർ. സോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മാറ്ററിനെ കുറിച്ചിട്ടാണ് കെമിസ്ട്രി പഠിക്കുന്നത്, എനർജിനെ കുറിച്ചിട്ടല്ല കെമിസ്ട്രി പഠിക്കുക. സോ കെമിസ്ട്രി ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് മാറ്റർ. എന്താണ് മാറ്റർ എന്ന് ചോദിച്ചാൽ, മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഓക്യുപ്പൈസ് എ സ്പേസ് ആൻഡ് ഹാസ് എ മാസ്. എന്തെങ്കിലും അതിന് ഇച്ചിരി മാസും ഇച്ചിരി സ്പേസും അത് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മാറ്റർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എയർ ഒരു മാറ്ററാണ്, എയർ വോള്യൂം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. വാട്ടർ ഒരു മാറ്ററാണ്, സാൻഡ് ഒരു മാറ്ററാണ്. സോ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതിനെയാണ് കെമിസ്ട്രി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ അപ്പോൾ ഞാനും അവളും തമ്മിലുള്ളൊരു കെമിസ്ട്രി, അതൊന്നും നമ്മളുടെ കെമിസ്ട്രിയിൽ ഇൻക്ലൂഡഡ് അല്ല. ചില ആൾക്കാർ പറയുന്നുണ്ടാവും, സാറേ പേഴ്സണൽ ആവല്ലേ സാറേ. പക്ഷേ ഇതാണ് സത്യം, അതൊന്നും കെമിസ്ട്രിയിൽ ഇൻക്ലൂഡഡ് അല്ല. അതൊക്കെ ഈ ജെൻസി ഉണ്ടാക്കിയ കെമിസ്ട്രിയിലാണ് ഈ ലവും പിന്നെ അവളുടെ മെമ്മറി, ഹെർ മെമ്മറി ഒക്കെ ഉള്ളത്. അതൊന്നും കെമിസ്ട്രിയിൽ അത് ഇൻക്ലൂഡ് ആവില്ല. സോ അതൊക്കെ നോട്ട് പാർട്ട് ഓഫ് അവർ കെമിസ്ട്രി സ്റ്റഡി. ഓക്കെ, സോ ഈ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 3 ഭാഗങ്ങളാണ് കെമിസ്ട്രിയിലുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. സോ ഈ മാറ്ററിൻ്റെ ഫിസിക്കൽ ഫെനോമിന, അതായത് മാറ്ററിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ് ഫിസിക്കൽ കെമിസ്ട്രി. ഓക്കെ, ഈ മാറ്ററിൽ നടക്കുന്ന കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചിനാണ് നമ്മൾ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഈ മാറ്ററിലെ ചേഞ്ചിനെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ വേപ്പറൈസേഷൻ, ഇങ്ങനത്തെ നാച്ചുറൽ ഫിനോമിനസിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. ബട്ട് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററാണ് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, സോ കെമിസ്ട്രിയിൽ നമ്മൾ മാറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ മാറ്ററിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് സാറേ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. സോ ഇനി നമ്മൾ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾക്ക് കടക്കാം. സോ മാറ്ററിനെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിലോട്ട് നമ്മൾ കടന്നാൽ, അതായത് മാറ്റർ, അതായത് എനിത്തിങ് വിച്ച് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് മാസ്, അതിനെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ, 4 രീതിയിലാണ് ഫിസിക്കലായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മൾക്കറിയാം 4 ഇതാണ് ഉള്ളത് എന്നുള്ളത്. 4 രീതിയിലാണ്, 3 നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത്. അതായത് മാറ്ററിനെ 3 ഫിസിക്കലി ക്ലാസിഫൈ ചെയ്താൽ നമ്മൾക്ക് കാണാവുന്നതാണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്ന്. പക്ഷേ 4ാമത്തെ സ്റ്റേറ്റും കൂടിയുണ്ട്, അതാണ് പ്ലാസ്മ. 5ാമത്തെ ഒരു സ്റ്റേറ്റും കൂടിയുണ്ട്, അതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അത് 2 സയൻറ്റിസ്റ്റാണ്, ബോസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റും ഐൻസ്റ്റീൻ അറിയാത്തത് ആരും ഇല്ലല്ലോ. സോ
E=mc² എന്ന ഐൻസ്റ്റീനെ അറിയാത്തതായിട്ട് ആരുമില്ല. സോ അഞ്ചാമത്തെ ഒരു സ്റ്റേറ്റാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. സോ അത് നമ്മൾക്ക് പഠിക്കാനില്ല. നമ്മൾക്ക് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിനെ കുറിച്ചിട്ടാണ് മെയിൻലി പഠിക്കാനുള്ളത്. സോ മാറ്ററിന് ഫിസിക്കലായിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് മാറ്റർ എന്ന് വെച്ചാൽ പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചർ ആയിട്ടാണ് അത് കെമിക്കലി ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. സോ പ്യുവർ സബ്സ്റ്റൻസ് നമ്മൾ നോക്കിയാൽ മാറ്ററിൽ പ്യുവർ സബ്സ്റ്റൻസസിൽ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആണ് വരിക. എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ആൻഡ് മിക്സ്ചർ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഹോമോജീനസ് ആൻഡ് ഹെറ്ററോജീനസ് മിക്സ്ചർ. സോ നമ്മൾ പറഞ്ഞു കെമിസ്ട്രി എന്ന് വെച്ചാൽ മാറ്ററിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ്. സോ മാറ്ററിനെ നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കലി ക്ലാസിഫിക്കേഷൻ ചെയ്തു. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് പ്ലാസ്മ വരുന്നത്. സോ കെമിക്കൽ കോമ്പോസിഷനിലാണ് എന്തൊക്കെ വരിക? കെമിക്കൽ കോമ്പോസിഷനിൽ പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ പ്യുവർ സബ്സ്റ്റൻസസിൽ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സും ആൻഡ് മിക്സ്ചേഴ്സിൽ ഹോമോജീനസ് ആൻഡ് ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് ആണ് വരിക എന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇനിയാണ് നമ്മൾ എലമെൻറ്റ്സിൽ തന്നെ ആറ്റംസിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ആറ്റംസ്? ആറ്റംസ് എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ ആണ്, വിച്ച് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ. മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻ നേച്ചർ. സോ ആറ്റം എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്, വിച്ച് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് ആറ്റംസിന് എക്സാമ്പിളാണ് ഹൈഡ്രോജൻ ആറ്റം, ഓക്സിജൻ ആറ്റം, നൈട്രോജൻ ആറ്റം, ക്ലോറിൻ ആറ്റം, ബ്രോമിൻ, അയോഡിൻ, കാർബൺ. ഇതൊക്കെയാണ് ആറ്റംസിന്. അതായത് ഏറ്റവും ചെറിയ യൂണിറ്റ്സ് ഓഫ് മാറ്റർ. നമ്മൾ പഠിക്കാൻ പോകുന്നത് മാറ്ററിനെ കുറിച്ചിട്ടാണ് കെമിസ്ട്രിയിൽ. അതിൽ ഏറ്റവും ചെറിയൊരു യൂണിറ്റാണ് ആറ്റം എന്ന് പറഞ്ഞാൽ. മോളിക്യൂൾ എന്ന് വെച്ചാൽ എന്താണ്? മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം. അതായത് ആ ആറ്റംസ് ഒന്നെങ്കിൽ സെയിമോ ആയിരിക്കാം, അതായത് ഹൈഡ്രോജൻ്റെ തന്നെ 2 ആറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈഡ്രോജൻ്റെ അല്ലെങ്കിൽ ക്ലോറിൻ്റെ ഒരു ആറ്റം ആയിരിക്കാം. സോ 2 ചെറിയ യൂണിറ്റ്സ് ഓഫ് മാറ്റർ, അതായത് അത് ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുക. ഓക്കെ. സോ ആ മോളിക്യൂൾസിനെ നമ്മൾക്ക് 2 രീതിയിൽ നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാം. അതാണ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്. അതായത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ മാറ്ററിനെ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തായിരുന്നു. അതായത് പ്യുവർ സബ്സ്റ്റൻസ് ആണ് അതിൽ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്. ഒരേപോലത്തെ ആറ്റം കുറേ എണ്ണം ജോയിൻ ചെയ്താലാണ് എലമെൻറ്റ്സ് ഫോം ചെയ്യുക. അതായത് ഹൈഡ്രോജൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജൻ ഡയറ്റോമിക്, അതായത് ഹൈഡ്രോജൻ ഒറ്റ ഹൈഡ്രോജൻ ആറ്റമായി എക്സിസ്റ്റ് ചെയ്യില്ല, പക്ഷേ 2 ഹൈഡ്രോജൻ ആറ്റം ഒന്നിച്ചാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ഒരേപോലത്തെ 2 ആറ്റമുകൾ ജോയിൻ ചെയ്താലാണ് അതിനെ എലമെൻറ്റ്സ് എന്ന് വിളിക്കുക. ആൻഡ് വേറെ വേറെ ടൈപ്പ് ആറ്റം ജോയിൻ ചെയ്താലാണ് അതിനെ കോമ്പൗണ്ട് എന്ന് വിളിക്കാം. സോ എലമെൻറ്റ്സിന് എക്സാമ്പിളാണ് ഓക്സിജൻ്റെ 2 ആറ്റം, ഓസോൺ 3 ഓക്സിജൻ്റെ ആറ്റം, നൈട്രോജൻ ആൻഡ് 2 ബ്രോമിൻ്റെ ആറ്റം. ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിള്? മാറ്ററിലുള്ള പ്യുവർ സബ്സ്റ്റൻസസിൽ എലമെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ് സെയിം ടൈപ്സ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. 2 ഹൈഡ്രോജൻ, 2 ഓക്സിജൻ, അതൊക്കെ. സോ പ്യുവർ സബ്സ്റ്റൻസ്, അതായത് മാറ്ററിൽ ഉള്ള പ്യുവർ സബ്സ്റ്റൻസസിൽ എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ചേർന്നിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടാക്കുക. അതിന് എക്സാമ്പിളാണ് HCl, H2O. ഇതൊക്കെ വേറെ വേറെ ടൈപ്പാണ്. അതായത് കാർബണിൻ്റെ ഒരു ആറ്റം, പിന്നെ ഓക്സിജൻ, വേറെ വേറെ ടൈപ്പുള്ള ആറ്റം, അമോണിയ. ഇതൊക്കെയാണ് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ. ക്ലിയർ അല്ലേ? അതായത് ആറ്റം എന്ന് വെച്ചാൽ ചെറിയ യൂണിറ്റാണ്, അതിൽ വേറെ വേറെ ടൈപ്പുള്ള ആറ്റം ചേർന്നിട്ട് ഉണ്ടായതാണ് കോമ്പൗണ്ട്. സെയിം ടൈപ്പ് ഓഫ് ആറ്റം ചേർന്നിട്ടാണ് ഉണ്ടാവുക എലമെൻറ്റ്സ്. ഓക്കെ. ഇതാണ് ഞാനിവിടെ താഴെ എഴുതിയിരിക്കുന്നത്. അതായത് എലമെൻറ്റ് എന്ന് വെച്ചാൽ ഹോമോ അറ്റോമിക് മോളിക്യൂൾസ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് സെയിം ആസ് ദാറ്റ് ഓഫ് ആറ്റം. കാരണം ഒരേപോലത്തെ ആറ്റം ചേർന്നിട്ടാണ് എലമെൻറ്റ് ഉണ്ടാവുക. കോമ്പൗണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? കോമ്പൗണ്ട് എന്ന് ചോദിച്ചാൽ ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ. പ്രോപ്പർട്ടീസ് ആർ ഡിഫറൻറ്റ് ഫ്രം പാരൻ്റ് ആറ്റംസ്. അതായത് ഹൈഡ്രോജനും ക്ലോറിനും ചേർന്ന് HCl ഉണ്ടാക്കിയാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഹൈഡ്രോജൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല, ക്ലോറിൻ്റെ മാത്രം പ്രോപ്പർട്ടീസും ആയിരിക്കില്ല. പക്ഷേ അതിൻ്റെ
രണ്ടിൻ്റെ ഒരു മിക്സ്ചർ ആയിട്ടുള്ളൊരു ഇതായിരിക്കും ആ ഉണ്ടായ മോളിക്യൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പിന്നെ കോമ്പൗണ്ട് കാനോട്ട് ബി ബ്രോക്കൺ ഇൻ ടു എലമെൻറ്റ്സ് ബൈ സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്. അതായത് സോഡിയം ക്ലോറൈഡ് ഉപ്പ് ഞാൻ ഉണ്ടാക്കി, അതായത് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെയും വെള്ളത്തിനെയും മാറ്റിയെടുക്കാം. അല്ലാതെ ഉപ്പ് വെള്ളത്തിൽ നിന്ന്, ഉപ്പ് എന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡാണ്. സോ എനിക്ക് ആ സോഡിയത്തിനെയും ക്ലോറൈഡിനെയും എനിക്ക് ഫിസിക്കൽ മെത്തേഡ് വഴി എനിക്ക് ഹീറ്റൊക്കെ ചെയ്തിട്ട് എനിക്ക് ഈ ഫിസിക്കൽ മെത്തേഡിൽ സോഡിയത്തിനെയും ക്ലോറൈഡിനെയും എനിക്ക് മാറ്റാൻ പറ്റില്ല. ബട്ട് സോഡിയം ക്ലോറൈഡ് വെള്ളം, അതിൽ നിന്ന് എനിക്ക് സോഡിയം ക്ലോറൈഡിനെയും വാട്ടറിനെയും എനിക്ക് വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെള്ളത്തിന് എനിക്ക് ഹീറ്റ് ചെയ്താൽ ഫിസിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുന്നത് ഈസ് എ ഫോം ഓഫ് ഫിസിക്കൽ മെത്തേഡ്. എനിക്കത് ചെയ്താൽ എനിക്ക് വാട്ടറിൻ്റെ H2യും ഹൈഡ്രോജനെയും ഓക്സിജനെയും എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് കോമ്പൗണ്ടിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ്. സോ പിന്നീടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിക്സ്ചേഴ്സിനെ കുറിച്ചിട്ട്. അതായത് മാറ്ററിൻ്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് പഠിച്ചു. അതിലാണ് എലമെൻറ്റ്സും കോമ്പൗണ്ടും വരിക. സോ എലമെൻസിനെ കുറിച്ച് പഠിച്ചു. സെയിം ടൈപ്സ് ഓഫ് ആറ്റം വന്നാലാണ് എലമെൻറ്റ്. കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റം വന്നാലാണ് കോമ്പൗണ്ട്. ഇനി നമ്മൾ മിക്സ്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ഹോമോജീനസ് ആൻഡ് ഹെറ്ററോജീനസ് മിക്സ്ചറാണ്. ഹോമോജീനസ് എന്ന് വെച്ചാൽ സെയിം ടൈപ്പ്, അതായത് ഹോമോജീനസ് മിക്സ്ചർ എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് സാധനങ്ങൾ ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഹോമോജീനസ് മിക്സ്ചർ. ഹെറ്ററോജീനസ് മിക്സ്ചർ എന്ന് വെച്ചാൽ വേരിയസ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസ് നമ്മൾ ഇട്ടുണ്ടാക്കുന്ന മിക്സ്ചറാണ് ഹെറ്ററോജീനസ് മിക്സ്ചർ. അതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾ ഞാൻ താഴെ കൊടുക്കുന്നതാണ്. നമ്മൾക്കതിന് കടക്കാം. സോ അതിന് മുന്നേ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എലമെൻറ്റ്, കോമ്പൗണ്ട്, ഹോമോജീനസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനസ് മിക്സ്ചർ. സോ എയർ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അതിൽ നൈട്രോജീനസ്, അതായത് നൈട്രോജൻ ആൻഡ് ഓക്സിജൻ ആണ് അതിൽ പ്രസൻ്റ് ഉള്ളത്. അതായത് അതൊരു മിക്സ്ചറാണ്. ബിക്കോസ് എലമെൻ്റ് എന്ന് വെച്ചാൽ എയറിൽ വെറും ഓക്സിജൻ്റെ മാത്രം മോളിക്യൂൾ ആയിരിക്കണം, അങ്ങനെയല്ലല്ലോ. എല്ലാ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്. സോ എയർ ഒരു മിക്സ്ചറാണ്. കോമ്പൗണ്ട് ആണോ? നൈട്രോജനും ഓക്സിജനും ചേർന്നിട്ട് ഉണ്ടാക്കുന്നത്, അതായത് NO2 പോലത്തെ ഒരു കോമ്പൗണ്ട് ആയിട്ടൊന്നുമല്ല എയറിൽ നൈട്രോജനും ഓക്സിജനും എക്സിസ്റ്റ് ചെയ്യുക. വേറെ വേറെ ആറ്റമായിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. സോ അതുകൊണ്ട് അത് കോമ്പൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അത് കോമ്പൗണ്ടും അല്ല. നോട്ട് എൻ എലമെൻറ്റ് ആൻഡ് നോട്ട് എ കോമ്പൗണ്ട്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം എയർ എന്ന് വെച്ചാൽ അത് ഹോമോജീനസ് ആണോ ഹെട്രോജീനസ് ആണോ സാറേ? സോ എയർ ഹെട്രോജീനസ് ആണെന്ന് വെച്ചോളൂ. സോ നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും ഇരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് റൂമിൻ്റെ ആ കോർണറിലാണ് ഇരിക്കുക, നിങ്ങൾ ഈ കോർണറിൽ, അതായത് ഓപ്പോസിറ്റ് കോർണറിലാണ് രണ്ടുപേരും ഇരിക്കുക എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ എയർ ഹോമോജീനസ് അല്ല, അതായത് ഒരേപോലെ അല്ല എയർ മിക്സ് ആയിട്ടിരിക്കുക എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് എയർ കിട്ടുന്നില്ല, ഓക്സിജൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് മരിച്ചു പോവില്ലേ? അതുകൊണ്ട് തന്നെ എയർ ഈസ് നോട്ട് എ ഹോമോജീനസ് മിക്സ്ചർ ബട്ട് എ ഹെറ്ററോജീനസ് മിക്സ്ചർ. സോറി എയർ ഈസ് നോട്ട് എ ഹെറ്ററോജീനസ് മിക്സ്ചർ, ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ. ഹെറ്ററോജീനസ് മിക്സ്ചർ ആണെങ്കിൽ നമ്മളൊക്കെ എപ്പോൾ തന്നെ മരിച്ചു പോകേണ്ടതാണ്. കാരണം ഒരാൾക്ക് ഓക്സിജൻ കിട്ടും, ഒരാൾക്ക് ഓക്സിജൻ കിട്ടില്ല. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലഡ് ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ, ഹെറ്ററോജീനസ് മിക്സ്ചർ, പ്യുവർ ഫ്ലൂയിഡ്, പ്യുവർ സോളിഡ്. എന്താണ് ഇതിൻ്റെ ഉത്തരം? ആസ് യു ഓൾ നോ, ബ്ലഡ് ഈസ് എ ഹെറ്ററോജീനസ് മിക്സ്ചർ. ബ്ലഡിൽ കുറേ കാര്യങ്ങളുണ്ട്. പ്ലാസ്മ ആൻഡ് ഫോർമഡ് എലമെൻറ്റ്സ്. പ്ലാസ്മയിൽ നമ്മളത് ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ഫോർമഡ് എലമെൻറ്റ്സിൽ RBC, WBC ഉണ്ട്. ബ്ലഡ് കണ്ടെയ്ൻ പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെൻറ്റ്സ് എന്നൊക്കെ. സോ അത് നമ്മൾ പിന്നെ പഠിക്കാം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ. ഓക്കെ, സോ ബ്ലഡ് ഈസ് എ ഹെറ്ററോജീനസ് മിക്സ്ചർ. സോ ഇനിയാണ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എൻ എലമെൻ്റ് എന്ന്. നമ്മളെന്താണ് എലമെൻറ്റിൻ്റെ ഇത് പറഞ്ഞത്? എലമെൻ്റ് എന്ന് വെച്ചാൽ സെയിം ടൈപ്സ് ഓഫ് ആറ്റം ജോയിൻ ചെയ്താലാണ് എലമെൻ്റ് ഉണ്ടാവുക എന്ന്. H2SO. കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ചേർന്നാണ് കോമ്പൗണ്ട് ഉണ്ടാക്കുക എന്ന്. സോ H2SO4 നമ്മൾ എടുത്താൽ ഹൈഡ്രോജൻ, സൾഫർ, ഓക്സിജൻ, ഇത് എലമെൻ്റ് ആണോ? അല്ല. കോപ്പർ സൾഫേറ്റ് CuSO4.5H2O ഉണ്ട്, അത് സെയിം ടൈപ്പ് ആണോ? അല്ല. കോപ്പർ കാണാം, സൾഫർ കാണാം, ഓക്സിജൻ കാണാം. അല്ല സാറേ. H2O2 ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണോ? അതും അല്ല. സോ നൈട്രോജൻ ആണ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ചേർന്നുണ്ടാക്കിയത്. സോ അതാണ് ഒരു എലമെൻറ്റ്. ഓക്കെ, സോ എലമെൻറ്റും കോമ്പൗണ്ടും മനസ്സിലായല്ലോ നിങ്ങൾക്ക്.
ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസർഷൻ റീസൺ ടൈപ്പ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നീറ്റിന്. ഇപ്പോൾ എങ്ങനത്തെയാണ് ചോദിക്കാറ്. സോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കാം ഏതാണ് ഉത്തരം എന്നുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. സോ ക്വസ്റ്റ്യൻ, ഓൺ ഹീറ്റിംഗ് എ സോളിഡ് യൂഷ്വലി ചേഞ്ചസ് ടു ലിക്വിഡ് ആൻഡ് ദ ലിക്വിഡ് ഓൺ ഫർദർ ഹീറ്റിംഗ് ചേഞ്ചസ് ടു gaseous state. Reason, arrangement of constituent particle is different in solid, liquid and gaseous state. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ ഒന്ന് നോക്കാം. പോസ് ചെയ്തല്ലോ, അറ്റൻഡ് ചെയ്തല്ലോ. ഓക്കെ, ഇനി നമ്മളതിന് കടക്കാം. സോ അസർഷൻ എന്താണ് പറയുന്നത്? നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു സോളിഡ് ലിക്വിഡ് ആവും, പിന്നെ ലിക്വിഡ് പിന്നെയും ഹീറ്റ് ചെയ്താൽ അത് ഗ്യാഷ്യസ് ആയി മാറും. ശരിയാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണിത്. ഓക്കെ, ഇനി അതിൻ്റെ റീസൺ നമ്മൾ നോക്കാം. അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഈസ് ഡിഫറൻറ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിയസ് സ്റ്റേറ്റ്. അതും നമ്മൾക്കറിയാം. പക്ഷേ നമ്മൾ ഈ അസർഷൻ റീസൺ എപ്പോഴും പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ റീസൺ പഠിക്കണം, എന്നിട്ട് ദെയർഫോർ എന്ന് പറഞ്ഞ് അസർഷൻ പഠിക്കണം. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഈസ് ഡിഫറൻറ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. Therefore, on heating, a solid usually changes to a liquid and liquid on further heating changes to gaseous state. ആണോ? അത് രണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവർ പറയണത് ഈ സോളിഡും ലിക്വിഡും ഗ്യാസിലും അറേഞ്ച്മെൻറ്റ് ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു സോളിഡ് ലിക്വിഡായി മാറും, ലിക്വിഡ് ഗ്യാസ് ആയി മാറും എന്നാണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും വരിക. ബിക്കോസ് ഒരു സാധനം സോളിഡും ലിക്വിഡും ഗ്യാസും ആവാനുള്ള റീസൺ അതിൻ്റെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ വേറെയാണ് എന്നാണ്. അല്ലാതെ പാർട്ടിക്കിൾ ദൂരെയാണ് അതുകൊണ്ടല്ല ഒരു സോളിഡും ലിക്വിഡും ഗ്യാസും ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് അവരുടെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. സോ ഇവരെന്താണ് പറയുന്നത്? ഇവർ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് സോളിഡും ലിക്വിഡും ഗ്യാസും ഇതിലെ അറേഞ്ച്മെൻറ്റ് വേറെയാണ്. അത് ശരിയാണ്, പക്ഷെ അത് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ, അതായത് അറേഞ്ച്മെൻറ്റ് ദൂരെയാണ് അതുകൊണ്ട് ഹീറ്റ് ചെയ്യുമ്പോൾ സോളിഡ് ലിക്വിഡും ലിക്വിഡ് ഗ്യാസും ആവും എന്ന് പറയുന്നത് തെറ്റാണ്. ഇൻസ്റ്റെഡ്, ഡ്യൂ ടു ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ഓൺ ഹീറ്റിംഗ് സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. സോ ഇതിൻ്റെ ആൻസർ both assertion and reason are true, but the reason is not the correct explanation of the assertion എന്നുള്ളതാണ്. ഓക്കെ, ഇച്ചിരി കൺഫ്യൂസിങ് ആണിത്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇനിയാണ് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണിത്. അതായത് ഒരു സോളിഡ് ഓൺ ഹീറ്റിംഗ് ചേഞ്ചസ് ടു ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ഓൺ ഹീറ്റിംഗ് ചേഞ്ചസ് ടു ഗ്യാസ് എന്നുള്ളത്. ആൻഡ് ഒരു സോളിഡ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് അത് ലിക്വിഡായി മാറുക, ആൻഡ് ലിക്വിഡ് വേപ്പറൈസ് ചെയ്തിട്ടാണ് ഗ്യാസായി മാറുക, ആൻഡ് ഒരു ഗ്യാസ് കണ്ടൻസ് ചെയ്തിട്ടാണ് ലിക്വിഡായി മാറുക. അതായത് ഒരു സോളിഡ് ഓൺ ഹീറ്റിംഗ് ഫോംസ് ഫ്യൂഷൻ അല്ലെങ്കിൽ മെൽറ്റിംഗ് ചെയ്യുമ്പോഴാണ് അത് ലിക്വിഡായി മാറുക, ആൻഡ് ലിക്വിഡ് ഓൺ വേപ്പറൈസേഷൻ ആണ് ഗ്യാസായി മാറുക. ഗ്യാസ്, അതായത് സോളിഡ് ഡയറക്റ്റായിട്ട് ഗ്യാസ് ആവുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയാം. ആൻഡ് ഒരു ലിക്വിഡ് ഫ്രീസ് ചെയ്തിട്ടാണ് സോളിഡായി മാറുക, ആൻഡ് എ ഗ്യാസ് കണ്ടൻസ് ചെയ്തിട്ടാണ് ലിക്വിഡായി മാറുക. ഇതൊക്കെ ടേംസ് ആണ്. ഗ്യാസ് ഡയറക്റ്റ്ലി ലിക്വിഡ് ആവുന്ന ടെർമിനാണ് നമ്മൾ എന്ത് പറയുക? കണ്ടൻസേഷൻ എന്ന് പറയുക. ലിക്വിഡ് ഡയറക്റ്റായിട്ട് സോളിഡ് ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീസിങ് എന്ന് പറയുക. ആൻഡ് എ സോളിഡ് ഡയറക്റ്റ്ലി ലിക്വിഡ് ആവുന്നതിനാണ് നമ്മൾ ഫ്യൂഷൻ അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്ന് പറയുക. ആൻഡ് ഒരു ലിക്വിഡ് വേപ്പർ ആയതിനു ശേഷമാണ് ഗ്യാസ് ആവുക, അതിനാണ് വേപ്പറൈസേഷൻ എന്ന് പറയുക. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സോളിഡ് ലിക്വിഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഗ്യാസ് ആവുമ്പോൾ അതാണ് സ്റ്റേറ്റ് മാറുക എന്ന് പറയുന്നത്. അതിന് മുന്നേ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവുകയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് കർപ്പൂരം. ഓക്കെ, ഇനി ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം സോളിഡിൽ നിന്ന് ലിക്വിഡും ലിക്വിഡിൽ നിന്ന് ഗ്യാസും ആകുമ്പോഴത്തേനും അതിൻ്റെ എമൗണ്ട്, വെയിറ്റ് ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. അതായത് 1 കിലോഗ്രാം സോളിഡ് വെള്ളം ലിക്വിഡ് ആവുന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് ആകുമ്പോഴും 1 കിലോഗ്രാം തന്നെ ഉണ്ടാവും വാട്ടറിൽ നിന്ന്. അതായത് വെയിറ്റും സെയിം ആയിരിക്കും, എമൗണ്ടും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്.
പിന്നെ അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ വാട്ടറിൽ അത്ര തന്നെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ വോളിയം ആൻഡ് ഡെൻസിറ്റി ആൻഡ് ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ സെയിം അല്ല. അതായത് സോളിഡും ലിക്വിഡും തമ്മിൽ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ സെയിം ആയിരിക്കില്ലല്ലോ. സോളിഡ്സിൽ മോളിക്യൂൾസ് ഒക്കെ കോമ്പാക്ട്ലി പാക്ഡ് ആയിരിക്കും, ലിക്വിഡിൽ ഇച്ചിരി ദൂരം ഉണ്ടാവും, ഗ്യാസിൽ മോളിക്യൂൾസ് ഒക്കെ വളരെയധികം ദൂരമായിരിക്കും അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, വെള്ളത്തിൻ്റെ കേസിൽ നമ്മളൊരു ഐസ് ക്യൂബ് ഇട്ടാൽ വെള്ളം അടിയിലും ഐസ് ക്യൂബ് മുകളിലുമാണ് നിൽക്കുക. നിങ്ങൾക്കറിയാം, ഒരു ബ്രൗൺ കളർ ഒരു ലിക്വിഡിൽ ഐസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ബ്രൗൺ കളർ ലിക്വിഡ്. എടാ പെപ്സിയാ ഞാൻ പറഞ്ഞേ, ഓക്കെ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ല. അവനല്ല, പെപ്സിയിൽ ഐസ് ഇട്ടാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഐസ് ക്യൂബ് മുകളിലും വെള്ളം താഴെയും. ഇപ്പോൾ ഡെൻസിറ്റി കൂടിയ സാധനമാണ് അടിയിൽ നിൽക്കുക, ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാരാണ് മുകളിൽ നിൽക്കുക. സോ ഐസിൻ്റെ ഡെൻസിറ്റി കുറവാണ് വെള്ളത്തിനേക്കാളും, അതുകൊണ്ടാണ് ഐസ് മുകളിൽ പൊങ്ങി നിൽക്കുക. ഓക്കെ, ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ, അതായത് ഡെൻസിറ്റിയാണ് റോ, ഇതാണ് ഡെൻസിറ്റി. ഓക്കെ, സോ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആണ്. സോ വോളിയം കൂടുതലാണെങ്കിൽ ഡെൻസിറ്റി കുറവായിരിക്കും, അറിയാലോ, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് റിലേഷൻ. സോ ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് ഐസ് കൂടുതലാണോ കുറവാണോ? കുറവാണ്. അപ്പോൾ വോളിയം ഓഫ് ഐസ് കൂടുതലായിരിക്കും. ആൻഡ് വോളിയം ഓഫ് വെള്ളം കുറവാണ്, അതുകൊണ്ടാണ് ഡെൻസിറ്റി കൂടുതൽ വെള്ളത്തിൻ്റെ. ക്ലിയർ ആണല്ലോ? സോ ഇനി ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റ് തരാം, അതിൻ്റെ ആൻസർ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഒറ്റ സെക്കൻഡ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്, ഓൺ ഹീറ്റിംഗ് സോളിഡ് യൂഷ്വലി ചേഞ്ചസ് ടു എ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ചേഞ്ചസ് ടു എ ഗ്യാസ്. ശരിയാണോ? അതെ, യൂഷ്വലി ഒരു സോളിഡ് ഹീറ്റ് ചെയ്താൽ ലിക്വിഡായി മാറും, ലിക്വിഡ് പിന്നെ ഹീറ്റ് ചെയ്താൽ ഗ്യാസായി മാറും. ശരിയാണ്. പിന്നെ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് ലിക്വിഡ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വോളിയം, അതായത് വോളിയം ഓഫ് എ ഗ്യാസ് കൂടുതലാണ് ലിക്വിഡിനേക്കാളും, ലിക്വിഡിൻ്റെ വോളിയം സോളിഡിനേക്കാളും കൂടുതലാണ്. ഓൾവേസ് എന്ന് പറഞ്ഞു. ഓൾവേസ് ആണ് തെറ്റ്. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞു വോളിയം ഓഫ് ഈ വാട്ടറിൻ്റെ കേസിൽ, അതായത് വാട്ടറിൻ്റെ കേസിൽ വോളിയം ഓഫ് ഐസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വോളിയം ഓഫ് ലിക്വിഡ്. അപ്പോൾ ഐസിൻ്റെ കേസിൽ എന്തായി? വോളിയം ഓഫ് സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് ഐസ്. അതുകൊണ്ടാണല്ലോ ഡെൻസിറ്റി ഓഫ് ഐസ് കുറഞ്ഞത്. അതായത് വോളിയം കൂടുതലായതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് ഐസ് കുറഞ്ഞു, അതുകൊണ്ട് ഐസ് വാട്ടറിൻ്റെ മുകളിൽ നിൽക്കും. സോ അത് ഓൾവേസ് തെറ്റാണ്. കാരണം വോളിയം ഓഫ് ഐസിൻ്റെ കേസിൽ വോളിയം ഓഫ് സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ്, ഇത് വോളിയം ഓഫ് ഐസ് അല്ല, വോളിയം ഓഫ് വാട്ടർ ഗ്രേറ്റർ ദാൻ വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, സോ രണ്ടാമത്തേത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, ഓപ്ഷൻ എ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ്. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 3യിൽ, അതായത് മൂന്നാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, 1 ഈസ് ഫോൾസ്, 2 ഈസ് കറക്റ്റ്. നാലാമത്തത് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ് എന്നാണ്. സോ ഇതിൻ്റെ ഉത്തരം സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ് എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ PDF ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ നീറ്റിൻ്റെ ബാച്ചിൽ തന്നെ, അതായത് കമ്മ്യൂണിറ്റി തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നോട്ട്സ് വെച്ചിട്ട് തന്നെ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക്, അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ PDF അയച്ചതിന് ശേഷം സ്വന്തം നോട്ടും ഉണ്ടാക്കാം വേണമെങ്കിൽ. ഓക്കെ, സോ ഇനിയാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്?
ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. അതാണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ആദ്യത്തത് 2 or more than 2 atoms of the different element combine to form a compound. അത് തെറ്റാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം, സാർ ഈ H3PO3 അതായത് H3PO3 സാറേ ഇതിൽ 3 ഓക്സിജൻ ഉണ്ട്, പിന്നെ 3 ഹൈഡ്രോജൻ ഉണ്ട്, പിന്നെ എച്ചും പിയും ഓ ഉണ്ട്. അപ്പോൾ 2 3 എലമെൻറ്റ്സ്, അതായത് 3 എലമെൻറ്റ്സ് ചേർന്നിട്ടാണ് ഇത് കോമ്പൗണ്ട് ഉണ്ടാക്കിയത്. സോ ഇത് ശരിയായില്ലേ, ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കി എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ട്രൂ, ബിക്കോസ് ഓസോൺ ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, അതിൽ 2 അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റം ഇല്ല. ഓക്സിജൻ്റെ ഒരേ ടൈപ്പ്, അതായത് ഒരു ഓക്സിജൻ എലമെൻറ്റ് ചേർന്നിട്ടാണ് 3 ചേർന്നിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടാക്കിയത്. സോ അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഓൾവേസ് ട്രൂ. പകരം നിങ്ങൾ 2 or more atoms ഓഫ് സെയിം അല്ലെങ്കിൽ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. മനസ്സിലായോ? ഇത് പറയുന്നത് 2 അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റം, അതായത് ഹൈഡ്രോജൻ, ഫോസ്ഫറസ്, ഓക്സിജൻ, ഇങ്ങനത്തെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ആറ്റംസ്, അതായത് 3 ഹൈഡ്രോജൻ ആറ്റം, അങ്ങനെയല്ല, 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റം ചേർന്നിട്ടാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. കാരണം ഓസോൺ എന്ന് പറഞ്ഞത് ഒരു കോമ്പൗണ്ടാണ്. അത് ഒരേപോലത്തെ 3 എലമെൻറ്റ് ചേർന്നിട്ടുണ്ട്, അതായത് ഓക്സിജൻ്റെ 3 ആറ്റം ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കിയേക്കണത്. സോ ഇവർ പറയണത് ഓസോൺ ഒരു കോമ്പൗണ്ട് അല്ല ഈ സ്റ്റേറ്റ്മെൻറ്റിൽ, ബിക്കോസ് ഓസോൺ ഒരേ ടൈപ്പ് സാധനത്തിലാണ് ഉണ്ടാക്കിയത്, ഒരേ ടൈപ്പുള്ള 3 ചേർന്നിട്ടാണ് ഓസോൺ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഓസോൺ ഒരു കോമ്പൗണ്ട് അല്ല എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പിന്നെ രണ്ടാമത്തേത് ദ ആറ്റം റീറ്റെയിൻ ദെയർ ഓൺ പ്രോപ്പർട്ടി വെൻ ഫോം എ കോമ്പൗണ്ട്. അല്ല, സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ ഉപ്പാണ്, അതൊരു കോമ്പൗണ്ടാണ്. അതായത് 2 എലമെൻറ്റ്, അതായത് 2 ആറ്റംസ്, അതായത് ഒരു സോഡിയമും ഒരു ക്ലോറിനും ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. സോ ആ കോമ്പൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ പ്രോപ്പർട്ടീസും അല്ല, ക്ലോറിൻ്റെ പ്രോപ്പർട്ടീസും അല്ല. ബട്ട് അവരുടെ 2 ഒരു മിക്സ്ചർ ഓഫ് പ്രോപ്പർട്ടീസാണ്. 2 ഗുണവും ഉണ്ടാകും സോഡിയം ക്ലോറൈഡിൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനോട്ട് നോക്കാം. ഈച്ച് സബ്സ്റ്റൻസ് ഓഫ് എ മിക്സ്ചർ ലൂസസ് ഇറ്റ്സ് പ്രോപ്പർട്ടി. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അതായത് 2 മിക്സ്ചറാണ്, 2 പ്രോപ്പർട്ടീസ് അല്ല, ബട്ട് എൻ ഇൻ്റർമിക്സ് ഓഫ് ബോത്ത് ദെയർ പ്രോപ്പർട്ടീസ്. ആൻഡ് ആറ്റമിൻ്റെ അതിൻ്റെ മൊത്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യില്ല 2 ആറ്റമും സോഡിയം ക്ലോറൈഡിൽ, ബട്ട് പ്രോപ്പർലി ലൂസും ചെയ്യില്ല 2 പ്രോപ്പർട്ടീസും, എല്ലാ പ്രോപ്പർട്ടീസും. ബട്ട് ഒരു ഇൻ്റർമിക്സ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടീസ് ആയിരിക്കും അവർ 2 അതായത് ആ കോമ്പൗണ്ടിന് ഉണ്ടാവുക. ഇനിയാണ് ഈച്ച് സബ്സ്റ്റൻസസ് ഓഫ് എ മിക്സ്ചർ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ മെത്തേഡ്. അതാണ് കറക്റ്റ് ഉത്തരം. ബിക്കോസ് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ ഉണ്ടാക്കിയാൽ നമ്മൾക്ക് ഫിസിക്കൽ മെത്തേഡിലൂടെ ഉപ്പും വെള്ളവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വെള്ളത്തിലുള്ള ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജനെ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോഡിയം ക്ലോറൈഡിലുള്ള സോഡിയം ആൻഡ് ക്ലോറൈഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓപ്ഷൻ ഡി. ഇത് നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സോ നീറ്റിൻ്റെ പാറ്റേൺ ചേഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നത്. സോ പാനിക് ആവരുത്, അതായത് നിങ്ങൾക്ക് പറ്റും, ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇച്ചിരി ചിന്തിച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമേ ഉള്ളൂ. സോ ഇത് ഇച്ചിരി ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ ബേസിക് ക്വസ്റ്റ്യനൊക്കെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സാമ്പിളിനോട്ട് കടക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഈ മിക്സ്ചേഴ്സ്, എലമെൻറ്റ്, കോമ്പൗണ്ടിൻ്റെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഹൈഡ്രോജൻ, ഓക്സിജൻ, നൈട്രോജൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഐ വാണ്ട് യു ടു തിങ്ക് ഫോർ യുവർ സെൽഫ്, ഇതിൽ ഏതാണ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന്. ഇതാണ് എക്സാമ്പിൾസ്. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഹൈഡ്രോജൻ സെയിം ടൈപ്പ് ഓഫ് ആറ്റം ചേർന്നാണ് ഉണ്ടാക്കിയത്, സോ അത് എലമെൻ്റ് ആണ്.
പിന്നെ ഓക്സിജൻ സെയിം ടൈപ്പ് ഓഫ് ആറ്റമാണ്, അതും എലമെൻ്റാണ്. നൈട്രോജൻ സെയിം ടൈപ്പ് ഓഫ് ആറ്റം, 2 നൈട്രോജൻ ആറ്റമാണ്, സോ അതും ഒരു എലമെൻ്റാണ്. ക്ലോറിൻ എലമെൻ്റാണ്, അതായത് 2 ക്ലോറിൻ ആറ്റം. ബ്രോമിൻ എലമെൻ്റാണ്, 2 ബ്രോമിൻ ആറ്റം. അയോഡിൻ 2 അയോഡിൻ മോളിക്യൂൾസ്, അതും എലമെൻ്റാണ് സാറേ. ഹീലിയം ഒറ്റ ആറ്റമാണ്, അതൊരു എലമെൻ്റാണ്. നിയോൺ ഒരു ആറ്റം മാത്രമാണ്, അതും ഒരു എലമെൻ്റാണ്. ആർഗൺ അതും ഒറ്റൊരു ആറ്റമാണുള്ളത്, അതും ഒരു എലമെൻ്റാണ്. കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 2 ഓർ മോർ ദാൻ 2 ടൈപ്പ് ഓഫ് ഡിഫറെൻ്റ് ആറ്റംസ് ചേർന്നണം, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റം കുറേ എണ്ണം ചേർന്നാലും ഒരു കോമ്പൗണ്ട് ആവാവുന്നതാണ്. സോ നമ്മൾ നോക്കിയാൽ HCl, ഹൈഡ്രോജൻ ഒരു ടൈപ്പ്, ക്ലോറിൻ ഒരു ടൈപ്പ്. സാറേ അതൊരു കോമ്പൗണ്ടാണ്. HBrഉം കോമ്പൗണ്ടാണ്, സൾഫ്യൂറിക് ആസിഡും കോമ്പൗണ്ടാണ്, N2O5 കോമ്പൗണ്ടാണ്. കാരണം 2 നൈട്രോജനും ഓക്സിജനും ഉണ്ട്, അതായത് വേറെ വേറെ ടൈപ്പ്. നൈട്രോജൻ ഒരു ടൈപ്പ്, ഓക്സിജൻ ഒരു ടൈപ്പ്. നൈട്രോജൻ 2 എണ്ണം ഉണ്ട് എന്ന് നോക്കിയിട്ട് കാര്യമില്ല. നൈട്രോജനും ഓക്സിജനും, നൈട്രോജൻ വെറും 2 നൈട്രോജൻ മാത്രം ഉണ്ട് എന്ന് വെച്ചാൽ അതെന്താണ്, എലമെൻ്റാണ്. സോ N2O5 കോമ്പൗണ്ടാണ്. സോ താഴെയുള്ളതൊക്കെ അമോണിയ, H3PO4, ഫോസ്ഫോറിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, H2SO4, ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂള്, അതായത് അതും എന്താണ്, കോമ്പൗണ്ടാണ്, അതൊരു മോളിക്യൂളുമാണ്. സോഡിയം ക്ലോറൈഡ് അതും ഒരു മോളിക്യൂളാണ്, അതും ഒരു കോമ്പൗണ്ടാണ്. ഓക്കെ, നമുക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെ ആൻസർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കോമ്പൗണ്ടും എലമെൻസും. ക്ലിയർ അല്ലേ? ഇനി മിക്സ്ചർ, ഒരു മോളിക്യൂളാണ് H2O വാട്ടറിൻ്റെ, അതും സോഡിയം ക്ലോറൈഡും ചേർന്നാൽ മിക്സ്ചറാണ്. ഗ്ലൂക്കോസ് ആൻഡ് വാട്ടർ, C6H12O6 ഗ്ലൂക്കോസ് ആണ്, അത് പഠിച്ചു വെക്കേണ്ടതാണ്. അതും എക്സാമ്പിൾ ഓഫ് എ മിക്സ്ചറാണ്. പിന്നെ H2SO4, പിന്നെ മിക്സ്ചർ എന്ന് വെച്ചാൽ എന്താണ്, കുറേ മോളിക്യൂൾസും അല്ലെങ്കിൽ കോമ്പൗണ്ട്സും ഒക്കെ ചേർന്നാണ് മിക്സ്ചർ ഉണ്ടാവുക. സോ ഹൈഡ്രോജൻ അതെന്താണ്, എലമെൻ്റാണ്. പിന്നീട് ഓക്സിജൻ, നൈട്രോജൻ, ക്ലോറിൻ ഇതൊക്കെ ചേർന്നിട്ടാണ് ഒരു മിക്സ്ചർ ഉണ്ടാവുക. മിക്സ്ചർ 2 ടൈപ്പ് മിക്സ്ചർ ആയിരിക്കും, ഹോമോജീനസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനസ് മിക്സ്ചർ. ഹോമോജീനസ് മിക്സ്ചർ എന്ന് വെച്ചാൽ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. അതായത് ഞാനൊരു പഞ്ചസാര വെള്ളം ഞാനങ്ങ് എടുത്താൽ ഞാൻ എന്നിട്ട് മിക്സ് ചെയ്താൽ അതായത് ടോപ്പിലുള്ള വെള്ളവും, അതായത് പഞ്ചസാര വൃത്തിക്ക് കലങ്ങിക്കഴിഞ്ഞാൽ ടോപ്പിൽ ഉള്ള ഇതും സ്വീറ്റ് തന്നെ ആയിരിക്കും, താഴെ ബോട്ടമിലുള്ള വെള്ളവും സെയിം സ്വീറ്റ് ആയിരിക്കും. അതായത് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാര വെള്ളം ഉണ്ടാക്കി ഞാൻ അതിനെ പകുതിയാക്കി കുടിച്ചാൽ രണ്ടും സെയിം ആയിരിക്കും. അതാണ് ഹോമോജീനസ് മിക്സ്ചർ, അതായത് ടോട്ടൽ സെയിം ആയിരിക്കും അവരുടെ കോമ്പോസിഷൻ. പിന്നീട് ഹെറ്ററോജീനസ് മിക്സ്ചർ എന്ന് വെച്ചാൽ നോൺ യൂണിഫോം ആയിരിക്കും അവരുടെ കോമ്പോസിഷൻ, അതായത് വേറെ വേറെ രീതിയിലായിരിക്കും. അതായത് ഞാനൊരു വെള്ളത്തിൻ്റെ ഒരു വൈറ്റ് ഗ്ലാസ്സിലോട്ട് ഞാൻ ഇച്ചിരി സാൻഡ് ഇട്ടാൽ സാൻഡ് അടിയിൽ ബാക്കിയാവുക ചെയ്യുക. സോ മുകളിലുള്ള വാട്ടറും താഴെയുള്ള വാട്ടറും നോക്കിയാൽ അവരുടെ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ അവരുടെ ഒരു കോമ്പോസിഷൻ എന്ന് വെച്ചാൽ അവർ മിക്സായി കിടക്കുന്ന ഒരു രീതി, അതായത് മുകളിലുള്ള വെള്ളവും താഴെയുള്ള വെള്ളവും ഒരേപോലെ ആയിരിക്കില്ല, അതാണ് കോമ്പോസിഷൻ. പിന്നെ അതിന് വേറൊരു എക്സാമ്പിളാണ് മിൽക്ക് ആൻഡ് ബ്ലഡും. അതായത് ചില സ്ഥലത്ത് ബ്ലഡ് നമ്മൾ നോക്കിയാൽ അതിൽ പ്രോട്ടീനല്ല കോമ്പോസിഷൻ ഡിഫറൻസ് ഉണ്ടാവും. സോ അതും പഠിച്ചു വെക്കാം. ബ്ലഡ്, മിൽക്ക് ആൻഡ് വാട്ടർ ആൻഡ് സാൻഡ് ആർ നോൺ യൂണിഫോം കോമ്പോസിഷൻ ആൻഡ് ദേ ആർ ഹെറ്ററോജീനസ് മിക്സ്ചർ. ഓക്കെ, സോ മിക്സ്ചറിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചാൽ, അതായത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് പറയാൻ പോകുന്നത്, അതായത് മിക്സ്ചർ ഹാവ് വേരിയബിൾ കോമ്പോസിഷൻ, ഹോൾ കോമ്പൗണ്ട്സ് ഹാവ് ഫിക്സ്ഡ് കോമ്പോസിഷൻ. അതായത് ഞാൻ ഒരു മിക്സ്ചർ എടുത്തു, എന്നിട്ട് ഞാനതിലൊരു പഞ്ചസാര വെള്ളം ഞാൻ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതിൽ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തു, ഞാൻ രണ്ടിലും ഞാൻ വേരിയബിൾ എമൗണ്ട് ആയിട്ടുള്ള പഞ്ചസാര ഇട്ടു എന്ന് വിചാരിച്ചോളൂ. സോ 2 മിക്സ്ചേഴ്സിലും സ്വീറ്റ്നെസ് ഡിഫറൻ്റ് ഉണ്ടാവും, പക്ഷേ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവുമല്ലോ, അതിൽ അതേപോലെ ആയിരിക്കും. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ അതിൽ ഏതിലെടുത്താലും C6H12O6 എല്ലാത്തിലും 6 കാർബണും 12 ഹൈഡ്രോജനും 6 ഓക്സിജനും എല്ലാ ഗ്ലൂക്കോസ് മോളിക്യൂൾസിലുണ്ടാവും. പിന്നെ അതിലുള്ള വാട്ടർ എല്ലാത്തിലും 2 ഹൈഡ്രോജനും 1 ഓക്സിജൻ മോളിക്യൂളും ഉണ്ടാവും.
ബട്ട് അതായത് മിക്സ്ചർ വേറെ വേറെ മിക്സ്ചർ ക്യാൻ ഹാവ് വേരിയസ് കോമ്പോസിഷൻ, ബട്ട് അതിലുള്ള കോമ്പൗണ്ടിൻ്റെ കോമ്പോസിഷൻ എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ്. സോ പിന്നീട് മിക്സ്ചർ ഹാവ് ദ സെയിം പ്രോപ്പർട്ടി ആസ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻറ്റ്. പിന്നെ മിക്സ്ചർ ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ദിയർ കോമ്പോണൻസ് ഓൺലി. അതായത് ഒരു മിക്സ്ചർ, അതായത് ഒരു സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടറിൻ്റെ ഞാനൊരു സൊല്യൂഷൻ ഇട്ടാൽ എനിക്ക് അതിൻ്റെ കോമ്പോണൻസ് ആയ സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ ആയിട്ടേ അതിനെനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ സോഡിയം മാത്രം, ക്ലോറിൻ മാത്രം, പിന്നെ ഹൈഡ്രജൻ മാത്രം, ഓക്സിജനും മാത്രം ആയിട്ട് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ പറഞ്ഞതൊക്കെ ഞാൻ ഒന്ന് റിവൈസ് ചെയ്ത് കൊടുത്താൽ നമ്മളെന്താണ് പഠിച്ചത്? ഇന്ന് നമ്മൾ ആദ്യം പഠിച്ചു കെമിസ്ട്രി എന്ന് വെച്ചാൽ മാറ്ററിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ് എന്നാണ്. പിന്നെ മാറ്ററിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. അതായത് യൂണിവേഴ്സ് 2ആയിട്ടാണ്, എനർജി ആൻഡ് മാറ്റർ ആയിട്ടാണ് നമ്മൾ ഭാഗപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മാറ്റർ എന്ന് വെച്ചാൽ നമ്മളതിനെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും ചെയ്യും, കെമിക്കൽ ക്ലാസിഫിക്കേഷനും ചെയ്യും. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പിന്നെ പ്ലാസ്മ ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും. കെമിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്താൽ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ പ്യുവർ സബ്സ്റ്റൻസസും ആൻഡ് മിക്സ്ചേഴ്സും ആയിട്ടാണ് ചെയ്തത്. പ്യുവർ സബ്സ്റ്റൻസസിലാണ് എന്തൊക്കെ വരിക? എലമെൻറ്റ്സും കോമ്പൗണ്ട്സും വരിക. എലമെൻറ്റ് എന്ന് വെച്ചാൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ചേർന്നിട്ടാണ് ഉണ്ടാവുക. കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റം ചേർന്നിട്ടാവാം, അല്ലെങ്കിൽ ഓസോണിൻ്റെ പോലത്തെ കേസിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റം ചേർന്നിട്ടും കോമ്പൗണ്ട് ഉണ്ടാക്കാം. സോ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ പ്യുവർ സബ്സ്റ്റൻസസിൽ 2ഉം പഠിച്ചു, എലമെൻറ്റ്സും കോമ്പൗണ്ടും. സോ പ്യുവർ സബ്സ്റ്റൻസസ് അല്ലാതെ വേറൊരു രീതിയിൽ നമ്മൾ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ മാറ്ററിൻ്റെ ചെയ്തത് മിക്സ്ചറാണ്. ആ മിക്സ്ചറിലാണ് ഹോമോജീനസും ഹെറ്ററോജീനസും വരിക. ഹോമോജീനസ് എന്ന് വെച്ചാൽ സെയിം ടൈപ്പ് കോമ്പോസിഷനാണ്, ഹെറ്ററോജീനസ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പോസിഷനാണ്. സോ ആറ്റമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിന് എക്സാമ്പിളും പഠിച്ചു, എലമെൻറ്റ്സും കോമ്പൗണ്ടും നമ്മൾ പറഞ്ഞു. സോ എയറിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു, ബ്ലഡ് ഹെറ്ററോജീനസ് മിക്സ്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. സോ പിന്നെ സോളിഡ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത്? മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ലിക്വിഡ് ഗ്യാസ് ആവുന്നതിനെ വേപ്പറൈസേഷനും, ഗ്യാസ് ലിക്വിഡ് ആവുന്നതിനെ കണ്ടൻസേഷൻ എന്നും, ലിക്വിഡ് പിന്നെയും സോളിഡ് ആവുന്നതിനെ ഫ്രീസിംഗ് എന്നും, പിന്നെ സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആവുന്നതിനെ സബ്ലിമേഷൻ എന്നും നമ്മൾ പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നീട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തു മിക്സ്ചർ എന്താണ് എന്നൊക്കെ. സോ ഇത് ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ അസെർഷൻ റീസൺ ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സോളിഡ്സ് ഹാവ് ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് വോള്യൂം. ശരിയാണോ? ശരിയാണ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻ സോളിഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് ദർ ഈസ് നോട്ട് സോ മച്ച് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അതെ, സോളിഡ്സിലൊക്കെ അടുത്തടുത്താണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മോളിക്യൂൾസ്. സോ ഇതാണ് സോളിഡ്സിൽ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലിമിറ്റഡ് മൂവ്മെൻ്റ് ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു നമ്മളെങ്ങനെയാണ് പഠിക്കുക? ആദ്യം അസർഷൻ റീസണാണ് പഠിക്കുക. ഇൻ സോളിഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് there is no much freedom for movement, therefore solids have definite volume and shape. സോ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അതായത് സോളിഡ്സിൽ ഒക്കെ അടുത്തടുത്താണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര ഫ്രീഡം ഇല്ല മൂവ്മെൻറ്റിന്. അതുകൊണ്ട് തന്നെ they have definite volume and shape.
ഓക്കെ, ഇനിയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് 1, 2 ആൻഡ് 3. 1 സോളിഡ്, 2 ലിക്വിഡ്, 3 ഗ്യാസ്. 1 അതായത് സോളിഡ്സ് ആൻഡ് ലിക്വിഡ് ഹാവ് ഡെഫിനറ്റ് വോള്യൂം ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബട്ട് തേർഡ് ഫിഗർ ഡസൻറ്റ് അതായത് ഡസ് നോട്ട് ഹാവ് ആണ്, ഡൈസ് നോട്ട് ഹാവ് അല്ല, അത് ഡസ് നോട്ട് ഹാവ് എന്നാണ്. ഡസ് നോട്ട് ഹാവ് ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് വോള്യൂം. ശരിയാണ്, നമ്മൾക്കറിയാം ഗ്യാസിന് ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല, ഗ്യാസിൻ്റെ മോളിക്യൂൾസൊക്കെ അപ്പാർട്ടാണ് എന്നുള്ളത്. പിന്നീട് രണ്ടാമത്തത്, ലിക്വിഡ്സിനും ഡെഫിനറ്റ് വോള്യൂം ഉണ്ട്. അതായത് അവർ ഏതാണോ കണ്ടെയ്നറിൽ നമ്മൾ ഒക്യുപ്പൈ ചെയ്യുക ആ വോള്യൂം അവർ ഒക്യുപ്പൈ ചെയ്യും, ബട്ട് ദേ ഹാവ് ഡെഫിനറ്റ് വോള്യൂം. പിന്നെ അതായത് ലിക്വിഡിന് അതിൻ്റെതായ ഷേപ്പില്ല, ബട്ട് വോള്യൂം ഉണ്ട്. മനസ്സിലായല്ലോ, ഷേപ്പും വോള്യൂമും വേറെ വേറെയാണ്. ഓക്കെ, സോ അത് ശരിയാണ്, ഗ്യാസിന് ഡെഫിനറ്റ് വോള്യൂം ഇല്ല. പിന്നീട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ബൈ ചേഞ്ചിങ് ദ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് സോളിഡിനെ ഹീറ്റ് ചെയ്താൽ ലിക്വിഡ് ചെയ്യാൻ പറ്റും, ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ ഗ്യാസ് ആവും. സോ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മാറ്റിയാൽ പിന്നെ ഗ്യാസിനെ കണ്ടൻസ് ചെയ്താൽ, അതായത് ഹൈ പ്രഷറിൽ നമ്മൾ കംപ്രസ് ചെയ്താൽ അത് ലിക്വിഡായി മാറും. സോ ലിക്വിഡിനെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ നമുക്ക് സോളിഡായി മാറും. അതായത് വെള്ളത്തിനെ നമ്മൾ ഹീറ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്താൽ അത് ഐസായി മാറും. പിന്നീട് ഇൻ പാർട്ടിക്കിൾ 1 ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഈസ് ലാർജ്. ഇത് തെറ്റാണ്, സോളിഡിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കുറവാണ്. സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്ന് എടുത്തതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ അതുവരെ താങ്ക് യു. ഇനി അടുത്ത ക്ലാസ് നമുക്ക് കാണാം, ബയോളജിയാണത്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫാണ്. സോ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. മേ ദ ഗോഡ്സ് വാച്ച് ഓവർ യു. ബൈ.